ഹലോ ഹലോ ആരേത്? എന്ത് കുട്ടിയാണെന്ന് കാണിക്കുന്നേ? എന്ത് കുട്ടിയാന്നോ? എന്റെ കാണിക്കണില്ല. കുട്ടി പാവം കുട്ടി എങ്ങനെയാണ് ഉപദ്രവിക്കുക? ആര് ഉപദ്രവിച്ചു? താൻ ആരാ? ഞാൻ വനിതാ കമ്മീഷനാണ്. ആണോ? ഇന്നാള് മഹിളാരത്ന കമ്മീഷനിൽ 2 പേര് വിളിച്ചായിരുന്നു. പിന്നെ നമ്മുടെ ക്രൈം കമ്മീഷനിൽ 3 പേരും വിളിച്ചായിരുന്നു. കുട്ടിയുടെ പേരെന്താ? എന്റെയാണോ അതോ? കണ്ണൻ. കണ്ണൻ. ആൺകുട്ടിയാണോ? മൈ നെയിം ഈസ് കണ്ണൻ. വെരി ഗുഡ്. കണ്ണൻ ആൺകുട്ടിയാ? ആൺകുട്ടി. കണ്ണൻ എത്രയിലാ പഠിക്കണേ? കണ്ണൻ ഒന്നും ആയില്ല, ഇപ്പൊ UKG നഴ്സറി പോയി തുടങ്ങിയിട്ടില്ല കേട്ടോ. വെറുതെ വലിയ വർത്താനം പറയാ വായില്. ഇവിടെ തൊട്ടടുത്ത് ലില്ലിക്കുട്ടി ആന്റിയുടെ മോൻ ഡോണൊക്കെ ഇപ്പൊ നഴ്സറി പോണ്ടേ. അപ്പൊ അത് കണ്ടപ്പോ തൊട്ട് ഇവര് നഴ്സറിയിലാ പോണ. അംഗനവാടി പോയി നിലത്തെഴുത്തൊക്കെ പഠിപ്പിക്കണ്ട, അത്രേ ഉള്ളോ. ഞാൻ അതിലുള്ള കൂടെയൊക്കെ നഴ്സറി പോയിട്ടില്ലേ ഉപ്പാവുന്ന്. ഉച്ചക്ക് 1 മണിയാകുമ്പല്ലേ ഉറങ്ങും. ഞാന് എന്താ അറിയോ, വീട്ടിൽ എത്ര സാൻഡ്വിച്ച് ഉണ്ടാക്കി വെച്ചാലും കഴിക്കില്ല. അവിടെ പോയി ഞാനോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ നല്ല ഇവൻ എന്ത് വേണം, ഇവിടെ ഇവൻ എന്തിനാ ഒരു കുറവുള്ളത്? എല്ലാം ഇവൻ എന്ത് ചോദിച്ചാലും ഇവിടെ മേടിച്ചു കൊടുക്കുമല്ലോ നമ്മള്. ഒന്നും മേടിച്ചു തരാൻ കൂടി ഇല്ല. എന്താ മോനെ ഒന്നും വാങ്ങിച്ചു കൊടുക്കാറില്ലാന്ന് പറയുന്നത്? വെറുതെ പറയാ. നമ്മൾ കൊടുക്കുമ്പോ ഒന്നും. ഇവിടെ വരെ ഗസ്റ്റ് വരുമ്പോ ബിസ്ക്കറ്റ് കൊണ്ടുവച്ചാൽ അവര് കൊടുക്കുന്ന ബിസ്ക്കറ്റ് കഴിക്കും, ഒന്നും കഴിക്കില്ല. രാവിലെ ആകെ പാടെ ഒരു 1.5 പ്ലേറ്റ് ചിക്കൻ ബിരിയാണി തിന്നാ പിന്നെ ഉച്ചയാവും എന്തെങ്കിലും കഴിക്കണമെങ്കിൽ. ഇപ്പോഴത്തെ കുട്ടികളല്ലേ വെറുതെ കള്ളം പറയാ. നമ്മൾ അതൊന്നും കേട്ട് സത്യസന്ധമായിട്ട് വിശ്വസിക്കാൻ പോകരുത്. പക്ഷെ ഞങ്ങൾക്ക് കൊച്ചിന്റെ വാക്ക് വിശ്വസിച്ചേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ ഒരു കേസ് വന്നിട്ടുണ്ട്. കൊച്ചൊരു പരാതി അയച്ചിട്ടുണ്ടല്ലോ. എന്ത് പരാതി? കൊച്ചിനെ ക്രൂരമായി പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞ്. പരാതി ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ? മലയാളത്തിലാണോ? എന്റെ മോനല്ലേ കേട്ടോ. ഹീ സ്റ്റഡിങ് കണ്ണനാണ്. ആണോ? കണ്ണനോട് ചോദിച്ചു നോക്കിയാ അവനാ ഒന്നുമില്ലാതെ അപ്പുറത്തെ വീട്ടിലെ ഫ്രാൻസിന്റെ മോൻ കണ്ണനായിരിക്കും കേട്ടോ. വനിതാ കമ്മീഷൻ അത് നിങ്ങൾ ഇത്ര വലിയ വനിതാ കമ്മീഷൻ ആണല്ലോ. കുട്ടി ഒരു സണ്ണി ബേബി കോൺടെസ്റ്റ് പോകുമ്പോൾ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന്റെ ആൻസർ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നോക്കൂ. തലയുള്ളപ്പോ പൊക്കം കുറയുകയും തലയില്ലാത്തപ്പോ പൊക്കം കൂടുകയും ചെയ്യുന്നത് എന്തിനാണ്? പൊക്കം കൂടും. തലയുള്ളപ്പോ പൊക്കം കുറയും, തലയില്ലാത്തപ്പോ പൊക്കം കൂടും. എന്താ അത്? ആമയല്ല. പാമ്പ്. ഉത്തരം തലേണ. അതില് തല വെക്കുമ്പോ അതിന്റെ പൊക്കം കുറയും, തലയില്ലാത്തപ്പോ അത് പൊക്കം കൂടിയിരിക്കും കേട്ടോ. വിളിച്ച വളരെ സന്തോഷം. ലുക്ക് ഹൗ ഇന്റലിജന്റ് യുവർ മദർ ഈസ്. മനസ്സിലായില്ലേ മോനെ? ഇപ്പൊ ഇത്രയും പേര് വിളിച്ചില്ലേ? ഇതുപോലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആരെങ്കിലും ആൻസർ പറഞ്ഞോ? ഇല്ല. ഇതുപോലെ കണ്ണക്കുട്ടെ അവിടെ പോയി സണ്ണി ബേബി കൊണ്ടുവച്ചിരിക്കുമ്പോ അവിടെയുള്ള ടീച്ചർമാർ ഓരോരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ സ്റ്റഡി ആയിട്ട് മൈ നെയിം ഈസ് കണ്ണൻ എന്ന് പറഞ്ഞിട്ട് ആൻസർ പറഞ്ഞു. അമ്മ കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഉത്തരം പറയുമോ? പറയാം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. കാറ്റിന്റെ സ്പെല്ലിംഗ് എന്താണ്? കൺഗ്രാറ്റുലേഷൻസ്. ഇനി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ഹു ഈസ് ദ സെക്കൻഡ് പ്രൈം മിനിസ്റ്റർ ഓഫ് USA? Name 3 intelligence questions about the international democracy of the democracy. Who is Isaac Newton? What is Le Chatelier's principle? What is Pythagoras theorem? Come on, say. A plus B the whole square is equal to A plus B into A minus B is equal to what is Lasago? What is Susaga? Why you are not saying? Where is your smartness? Say the simple question. E summum MC square. Who invented this? Who is the discoverer of bulb? Who invented penicillin? Don't you know this? No questions? Don't know? Silly boy, ugly boy. Silly, you are not studying well. 4 വയസ്സായില്ലേ? ഈ ചോദ്യങ്ങൾ എന്തിന്റെ ഉത്തരം നിനക്ക് അറിയാൻ പാടില്ലേ? അമ്മയോട് ചോദിക്കൂ എന്ത് ക്വസ്റ്റ്യൻ? ഞാൻ പറയും. കൃത്യമായിട്ട് പറയും. ഞാൻ പറയും. ഞാൻ ഒരു ചോദ്യം ചോദിക്കോളൂ, അതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞല്ലേ അമ്മ ആരാന്ന് എനിക്ക് അറിയാൻ പറ്റുമല്ലോ. ഞാൻ പറയും. പറയും. ചോദിക്കട്ടെ അമ്മയോട്? ചോദിക്കാം. എന്റെ അച്ഛന്റെ പേരെന്താണ്?